ഹായ് ഫ്രണ്ട്സ്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പം അത് എല്ലാവർക്കും എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ. പലപ്പോഴും നമ്മൾ സൂവിലൊക്കെ പോയി കാണണമല്ലോ. അപ്പം ഇത് നമ്മളെ വീട്ടുമുറ്റത്ത് തന്നെ ഇതൊക്കെ വരാറുള്ളതുകൊണ്ട് ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആണ്. കാര്യം നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ എന്നും ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്യുമ്പോൾ സാധാരണ മറ്റുള്ള വീടുകളിൽ കുക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കുമല്ലോ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള കാര്യങ്ങൾ കുക്ക് ചെയ്യുമ്പം അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കും. അല്ലെങ്കിൽ ബേക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കും. ഇപ്പം എനിക്കൊരു നീഷായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു കുക്കിംഗ് വ്ളോഗ് അല്ലെങ്കിൽ ട്രാവലിംഗ് വ്ളോഗ് അങ്ങനെയില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലാണ്, അതാണ് എൻ്റെ നീഷ് എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പം ഷൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് കാണിക്കുക, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ ഗാർഡനിങ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രത്യേകതയുള്ള കാര്യങ്ങൾ സാധാരണ എന്നും ചെയ്യാത്ത എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ കാണിക്കുക, അങ്ങനെയൊക്കെ. പിന്നെ പറയുകയാണെങ്കിൽ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ. അപ്പം ഒരുപാട് പേര് ഇവിടെ വരുന്നതാണ്. അപ്പം നമ്മളിവിടെ ആയതുകൊണ്ട് നമ്മളുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ ഈ സ്ഥലത്തെപ്പറ്റി കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ ആൾക്കാർ വരുമ്പോൾ പോകാൻ പറ്റുന്ന ഡ്രൈവ് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് കഫേസൊക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് വീഡിയോയ്ക്ക് വേണ്ടി. അല്ലാതെ ഇപ്പോൾ എന്നും നമ്മൾ ഇപ്പോൾ കുക്കിംഗ് വ്ളോഗായിട്ട് ചെയ്യണമെങ്കിൽ എന്നും എന്താ ഇപ്പോൾ കുക്ക് ചെയ്ത് കാണിക്കുക, ഈ വീഡിയോയ്ക്ക് വേണ്ടി കുക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ ഇവിടെ ഈ നമ്മളുടെ വീടിൻ്റെ അവിടെ ഈ ലെപ്പേർഡ് വരാറുണ്ട്, എന്താ പറയുക, കാട്ടുപോത്ത് വരാറുണ്ട്, കരടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പം അത് എല്ലാവർക്കും എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ. പലപ്പോഴും നമ്മൾ സൂവിലൊക്കെ പോയി കാണണമല്ലോ. അപ്പോൾ ഇത് നമ്മളെ വീട്ടുമുറ്റത്ത് തന്നെ ഇതൊക്കെ വരാറുള്ളതുകൊണ്ട് ഇപ്പം ഞാൻ കാണുമ്പോൾ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇവിടെ സെക്യൂരിറ്റി ക്യാമറ ഉണ്ട്, അതിൽ വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതാ പറഞ്ഞത്, ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈല്, ഇവിടുത്തെ ഒരു മെയിനായിട്ടൊരു ഹിൽ സ്റ്റേഷൻ ലൈഫ് സ്റ്റൈല്. അപ്പോൾ ഇന്ന് എന്താണെങ്കിലും ഞാനൊരു പനീർ ബട്ടർ മസാല ചെയ്യുകയാണ്. അപ്പോൾ ഏതായാലും ചെയ്യുകയാണ്. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് ഈ ആഴ്ചത്തെ വീഡിയോ ആയിട്ട് അത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒത്തിരി വീഡിയോസ് ഇതിൻ്റെ കാണും, എന്നാലും ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ എന്നും ചെയ്യാറില്ലാത്തതായതുകൊണ്ട് അത് ഞാൻ വിചാരിച്ചു ഷൂട്ട് ചെയ്ത് ഈ പ്രാവശ്യത്തെ വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഈ പനീർ ബട്ടർ മസാല എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ഒരു 300 ഗ്രാം പനീറാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 5-6 ഏലക്ക, 6-7 ഗ്രാമ്പ്, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, ഒരു പിടി കാഷ്യൂനട്ട്, ഒരു 14-15 എണ്ണം, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3/4 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തി, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ ബട്ടർ, ഓയിൽ ഒരു 2-3 ടേബിൾ സ്പൂണ്, പിന്നെ ഫ്രഷ് ക്രീം 1.5 ടേബിൾ സ്പൂണ്, 2 മീഡിയം സവാള നീളത്തിലരിഞ്ഞത്, ഇത്തിരി മല്ലിയില, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ഒരു 2 കപ്പോളം, പിന്നെ ടൊമാറ്റോ 2 മീഡിയം. ആദ്യം പനീറും സവോളയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. പനീർ ഇങ്ങനെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യുക. സവോള നീളത്തിൽ തിന്നായിട്ട് അരിയുക. പിന്നെ തക്കാളി ചെറുതായിട്ട് അരിയുക. ഇതൊക്കെ വഴറ്റാനായിട്ടുള്ളതാണ്. പിന്നെ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ വേണ്ട, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, ന്യൂട്രൽ ആയിട്ടുള്ള എന്തെങ്കിലും ഓയിൽ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമ്മുടെ സവോള ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് തക്കാളി ചേർക്കുക. തക്കാളി ഒന്ന് ചെറുതായിട്ട് വാടുമ്പോഴത്തേക്കും അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് അത് തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് വിടുക. അത് നന്നായിട്ട് വെന്ത് നല്ലതായിട്ട് തക്കാളിയൊക്കെ ഉടയണം. നന്നായിട്ട് വഴണ്ട് വരണം. അങ്ങനെ നന്നായിട്ട് വഴണ്ട് വന്ന് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ആ കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കാഷ്യൂനട്ട് ആഡ് ചെയ്തിട്ട് ഒരു ഇത്തിരി നേരം, ഒരു 2 മിനിറ്റ് അതൊന്ന് വേവിക്കണം എന്ന് പറഞ്ഞാൽ അതൊന്ന് കുതിർന്ന് വരണം. ഇല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ കാഷ്യൂനട്ട് നമ്മൾക്ക് കുതിർത്ത് വെക്കാം. ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് വെച്ചാൽ ഇതെല്ലാം കൂടി ഇനി അരയ്ക്കാനുള്ളതാണ്. അപ്പം അല്ലെങ്കിൽ ഈ കാഷ്യൂനട്ട് നല്ലതായിട്ട് കുതിർന്നില്ല, അല്ലെങ്കിൽ ഇതിനകത്ത് കിടന്നൊന്ന്
വെന്തില്ലെന്നുണ്ടെങ്കിൽ അരയ്ക്കുമ്പോൾ അതിങ്ങനെ ശരിക്കും അരയത്തില്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടും. അപ്പം കാഷ്നട്ടും ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ആ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ്, ഇതിനധികം എരിവുള്ള കറിയല്ല. ഞാൻ മുളക് പൊടി 3.5 ടീസ്പൂൺ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിലൊരു 3 ടീസ്പൂൺ ഇട്ടിട്ട് ഒരു 1/2 ടീസ്പൂൺ മാറ്റി വെച്ചേക്കണം. ഇതൊന്ന് വാടിയ പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് ആറാൻ വയ്ക്കുക. അത് ആറിക്കഴിഞ്ഞ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പം നന്നായിട്ടത് വാടി ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് ആറിക്കഴിഞ്ഞ് നമുക്ക് അരച്ചെടുക്കാം. അത് അരച്ചെടുത്തിട്ട് ഇതേ പാനിലേക്ക് തന്നെ ആ ബട്ടറും ചേർത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ സ്പൈസസ്, ഏലക്ക, ഗ്രാമ്പു, പട്ട, ബേ ലീഫ് ഇതെല്ലാം കൂടെ ഇട്ട് വളരെ ചെറിയ തീയാകാവുള്ളൂ, ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡറും ഗരം മസാലയും കൂടി ഇടുക. തീ വളരെ കുറച്ചേ ആകാവുള്ളൂ, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് ഇത് പൊടികൾ ഇട്ടിട്ട് പിന്നെ ഓൺ ചെയ്താലും മതി. പിന്നെ ഇതിലേക്ക് അരച്ച് വെച്ച കൂട്ട് ചേർക്കുക. നമ്മൾ 2 കപ്പ് വെള്ളം എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അരയ്ക്കാനായിട്ട് ആവശ്യമുള്ള വെള്ളം എടുത്തിട്ട് ബാക്കി വെള്ളം ഈ അരപ്പിൻ്റെ കൂടെ ഇതിലേക്ക് ചേർക്കാം. 2 കപ്പ് വെള്ളം എന്നുള്ളത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇത്തിരി ആകാം, നിങ്ങളുടെ തിക്നെസ് എന്തോരം വേണമെന്ന് വെച്ചാൽ. എന്നാലും ഇതൊരു തിക്കായിട്ടുള്ളൊരു കറിയാണ്, അപ്പോൾ ഒത്തിരി വെള്ളം ചേർക്കരുത്. എന്നിട്ട് ഇതൊന്ന് ആ കസ്തൂരി മേത്തി കൂടെ നമ്മളിങ്ങനെ എടുത്ത് കയ്യിലൊന്ന് തിരുമ്മിയിട്ട് ഇതിലേക്ക് ചേർക്കുക. ഇനി കസ്തൂരി മേത്തി ഇല്ലെങ്കിൽ കൂടെ ഇറ്റ്സ് ഓക്കെ, പക്ഷേ ഇതൊരു നോർത്ത് ഇന്ത്യൻ കറിയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ തരുന്നത് ഈ കസ്തൂരി മേത്തി കൂടെയാണ്. ഇല്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ, നമ്മൾ കൊറിയാൻഡർ ലീഫൊക്കെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഈ കസ്തൂരി മേത്തി ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളയ്ക്കാൻ വിടുക ഒരു 2 മിനിറ്റ്സ്. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പനീറും കൂടെ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്യാൻ വിടുക. ഒരു 5-6 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ വിടുക. എന്നിട്ട് പിന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കൊള്ളുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. എന്നിട്ട് ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം. എന്നിട്ട് ആക്ച്വലി ഫ്രഷ് ക്രീം ചേർക്കുക. ഞാൻ ഫ്രഷ് ക്രീം ചേർക്കുന്ന ആ ഒരു ഷോട്ട് ഇതിനകത്ത് മിസ്സായി, ഞാനത് എടുക്കാൻ വിട്ടുപോയി. ഫ്രഷ് ക്രീം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊറിയാൻഡർ ലീഫ്, ഒരു ശകലം കൊറിയാൻഡർ ലീവ്സ് ഇതിലേക്ക് ചെറുതായിട്ട് മുറിച്ച് ഇടുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക. ഒരു കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് അതിൻ്റെ ആ എല്ലാത്തിനും കൂടെ ഫ്ലേവർ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിത് നാനിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഈ പറഞ്ഞ പോലെ ഗീ റൈസിൻ്റെ കൂടെയോ ഒക്കെ ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മളുടെ പനീർ ബട്ടർ മസാലയൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മളുടെ സാധാരണ ചോറിൻ്റെ കൂടെ അത്ര നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കില്ല. ചപ്പാത്തിയുടെ കൂടെയോ നാനിൻ്റെ കൂടെയോ ഗീ റൈസിൻ്റെ കൂടെ നല്ലതായിരിക്കും. അങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു ചപ്പാത്തിയെങ്കിലും. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റു വീഡിയോ കാണുന്നവരേക്കും സന്തോഷമായിരിക്കുക. ഒരുപാട് സ്നേഹത്തോടെ ബൈ.